ഞങ്ങൾ 4 മണിക്ക് എണീച്ച് മാവ് കുഴച്ചതാണ്. അതെല്ലാം വെള്ളത്തിൽ കയറി നശിച്ചു പോയി. ഞങ്ങൾ ഹോട്ടലായിരുന്നു. ഉള്ള സാധനങ്ങളും രാവിലത്തേക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതെല്ലാം വെള്ളം എടുത്തുകൊണ്ട് പോയി. ഇപ്പം ഞങ്ങൾ ഷട്ടർ തുറന്ന് നോക്കിയപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാം നമ്മൾ ഈ കാണുന്ന ദൃശ്യം ഈ റാന്നി ടൗണിലെ ഒരു ഹോട്ടലാണ്. ഹോട്ടലിനുള്ളിലെ സാധനങ്ങളെല്ലാം ഇവർ പുറത്ത് എടുത്തു വെച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കസേര ഉൾപ്പെടെ അത് പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള വെള്ളമാണ് ഈ ഹോട്ടലിനുള്ളിലും എല്ലാ കടകളിലും കയറിയത്. ഇപ്പോൾ ഒരു ഹോട്ടൽ വൃത്തിയാക്കിയാണ്. ചേട്ടാ, ഇന്നലെ മുഴുവൻ വെള്ളം ഇവിടെ കയറിയത്? മുഴുവൻ വെള്ളം കയറി, ഉള്ളു നശിച്ചു പോയി, അപ്പടി നശിച്ചു. എന്തൊക്കെയാണ് എന്താ? ഞങ്ങൾ ഹോട്ടലായിരുന്നു. ഉള്ള സാധനങ്ങളും രാവിലത്തേക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതെല്ലാം വെള്ളം എടുത്തുകൊണ്ട് പോയി. പൂർണ്ണമായിട്ടും വെള്ളം കയറി കിടക്കും? പൂർണ്ണമായിട്ട് വെള്ളം കയറി. വെള്ളം കയറി. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒറ്റെല്ലാം നശിച്ചു പോയി. ഒന്നും എടുക്കാൻ പറ്റില്ല. പിടിയിൽ വെള്ളം കയറി വരും. 4 മണിയായപ്പോഴത്തേനും പിടിയിൽ വെള്ളം കയറി വരുന്നുണ്ട്. ഒന്നും എടുക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഞങ്ങൾക്ക് ഇപ്പടി നശിച്ചു കിട്ടും. കച്ചവടമൊക്കെ നടക്കുന്ന സമയമല്ലേ? എല്ലാം പോയി. അതില്ല. ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ? ആരും എല്ലാവരും മുകളിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ 4 പേരും ഇവിടെ ഉണ്ടായിരുന്നു. 3 പേരെ ഉണ്ടായിരുന്നു മുറിക്കകത്ത്. ബാക്കി എല്ലാവരും പിള്ളേരും വെള്ളം വരുമ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ മാറി? വെള്ളം വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് രക്ഷപ്പെട്ടു. കടയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കടകളെല്ലാം പൂർണ്ണമായിട്ട് ഇതാ ഹോട്ടലിനുള്ളിൽ ക്ലീൻ ചെയ്യൽ നടത്തുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ്. സാധനം മാറ്റാൻ സമയമില്ലായിരുന്നല്ലോ. പിടിയുന്ന 1 മണിക്കൂറും കൊണ്ട് ഇവിടെ വെള്ളം കയറിപ്പോയതാണ്. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത്. ഞങ്ങൾ 4 മണിക്ക് എണീച്ച് മാവ് കുഴച്ചതാണ്. അതെല്ലാം വെള്ളത്തിൽ കയറി നശിച്ചു പോയി. ആ സമയത്താണ് ഇത് വെള്ളപ്പൊക്കം? വെള്ളപ്പൊക്കം പിടിയുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രൈൻഡറിന് നഷ്ടം ഉണ്ടാവും? അതൊക്കെ പോയി. ഈ ഗ്രൈൻഡർ പോയതാണ്. വേറെ വാങ്ങിയതായിരുന്നു. ഇത് വീണ്ടും വെള്ളം കയറി ഇത് പോയി. താമസിക്കാൻ വേണ്ടി നിങ്ങൾ താമസിക്കുന്ന ഞങ്ങൾ അടുത്തൊരു അയൽക്കത്തൊരു വീട്ടിലേക്ക് മാറുക ചെയ്ത്. എന്നിട്ട് ഞങ്ങൾ വല്ലാണ്ട് രക്ഷയില്ലല്ലോ, അങ്ങനെ മാറുക ചെയ്ത്. കഴിഞ്ഞ വർഷത്തേലും ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ട ഈ വർഷം ഞങ്ങൾ അറിഞ്ഞില്ല. ആരെങ്കിലും പറയുമായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇത് മാറ്റിയേനെ. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ 5 മണിക്ക് വന്ന് നോക്കുമ്പം വെള്ളം കയറി വരുന്നുണ്ട്. പക്ഷെ ആ വെള്ളം മൊത്തത്തിൽ എല്ലാ സാധനവും ഞങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ആ സമയമായതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വെള്ളം കയറി വന്നു കഴിഞ്ഞാലേ ഞങ്ങൾ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ ഷട്ടർ തുറന്ന് നോക്കിയപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാം ഇപ്പം ഇത് പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ പിടിക്കും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഈ കട മൊത്തം നശിച്ചു പോയതാണ്. ഇത് ഞങ്ങൾ പണിത് പിന്നെ എടുത്തതാണ്. വലിയ നഷ്ടം ഉണ്ടായില്ല. അന്ന് എത്ര രൂപയ്ക്ക് പണിത്? അന്ന് ഇത് ഫുള്ള് പണിത് സാധനം മേടിച്ചപ്പോൾ 20 ലക്ഷം രൂപയായി. ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ വെള്ളം ഉയരുന്നതനുസരിച്ച് അപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെയാണ് ഇവിടെ നിന്നും കടയിൽ നിന്നും പുറത്ത് പോവുകയായിരുന്നു. എന്നാൽ ഇവിടെ സാധനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2012 ഉണ്ടായ പ്രളയത്തിൽ 20 ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നവീകരിച്ച് പുതിയതായി കട ആരംഭിച്ചത്. 6 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ഇതേ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഈ ഹോട്ടലിൽ ഉള്ളിൽ പൂർണ്ണമായും വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നാളത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൈൻഡർ ഉൾപ്പെടെയുള്ള മെഷീനറീസൊക്കെ ഉണ്ട്. അതൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ പാത്രങ്ങളും ഉപകരണങ്ങളിലെല്ലാം വെള്ളം കയറിയ അവസ്ഥയിലാണ് നിലവിലുള്ളത്. അങ്ങനെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം ഇവർ പറയുന്നത് ഇത് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്ക് നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറാമായിരുന്നു, അങ്ങനെ വലിയ നഷ്ടങ്ങളിലേക്ക് ഉണ്ടാവില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഏതായാലും ഈ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അവർ തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആരും സഹായത്തിനൊന്നും എത്തിയിട്ടില്ല. അതിനും വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ റാന്നി മേഖലയിലെ ടൗണിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ. ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.